പാലക്കാട് ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ ഞെട്ടിക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പള്ളത്ത് മോഷ്ടാവെന്ന് ആരോപിച്ചുകൊണ്ട് രാംനാരായണൻ എന്നൊരു ഹിന്ദുവിനെ ഈ നാട്ടിലെ സംഘപരിവാറുകാർ തല്ലിക്കൊന്നത്. അതിന് പിന്നാലെ ക്രിസ്മസ് കരോളിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിൻ്റെ പേരിൽ ഒരു RSS പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുശ്ശേരിയിലാണ് സംഭവം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള പാലക്കാട് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, ഈ നാട്ടിൽ മതേതരത്വം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കാതെ അവരുടെ പ്രലോഭനങ്ങളിലും മോഹന വാഗ്ദാനങ്ങളിലും വീണു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇപ്പോഴത്തെ സംഭവം. അതായത് പാലക്കാട് സംഘികൾക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ കരോൾ പോലും പാടില്ല. അവിടെ എന്ത് മാത്രമേ പാടുള്ളൂ? അതൊരു സംഘിസ്ഥാനാണ്. അവിടെ അവർക്ക് മുസ്ലിമാണെന്ന് തോന്നുന്ന ബംഗ്ലാദേശികൾ അവരുടെ കണ്ണിൽ തോന്നിയാൽ അവരെ തല്ലിക്കൊല്ലും. അല്ല, ക്രിസ്തീയ ആചാരപ്രകാരമുള്ള കരോൾ കണ്ടാൽ അത് കുട്ടികളുടേതാണെങ്കിൽ പോലും അതിനോടുള്ള അസഹിഷ്ണുത എന്താണെന്നാണ് കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. അശ്വിൻ രാജ് എന്നൊരു RSS പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ക്രിസ്മസ് കരോൾ, നിങ്ങൾക്കറിയാലോ ഡിസംബർ ആണ്, ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നാട്ടിലെ കുട്ടികൾ കരോളുമായിട്ട് തെരുവോരങ്ങളിലൂടെ പോകുന്ന കണ്ടപ്പോൾ ഒരു സംഘിക്ക് ചൊറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വീഞ്ഞും വൈനുമായിട്ടൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? ആ വരുന്നവന്മാരുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു.